ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ ചാനലിലൂടെ വന്നിട്ടുള്ളത് മോമോസ് എന്ന് പറയുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ മോമോസ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ മോമോസും അതിൻ്റെ ചട്നിയും കൂടെ തയ്യാറാക്കുന്നതുകൊണ്ട് കുറച്ച് വീഡിയോ ലെങ്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലോട്ട് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് മസാല ഇട്ടിട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലപോലെ ചതച്ച ഇഞ്ചി, അതും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൽ ഞാൻ വളരെ കുറവ് ഉപ്പാണ് ചേർത്തത് കൊണ്ട് ഇവിടെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ സോയാ സോസാണ്. ഇതോടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോമോസിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് ഫില്ലിങ് റെഡിയാണ്. അപ്പം ഇനി ഇത് പരത്തിയെടുക്കുന്നതിന് ഞാൻ മൈദമാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ബോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഈ മാവും കുഴച്ചെടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മളിവിടെ വളരെ തിന്നായിട്ട് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മോമോസ് പല ഷേപ്പിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ നോർമലി ചെയ്യുന്ന ഒരു ഷേപ്പ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡെങ്കിലും ഫോളോ ചെയ്യുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ മോമോസും റെഡിയാക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ മോമോസൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും തമ്മിൽ കൂട്ടിമുട്ടാതെ വിട്ടിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റീം ചെയ്യാൻ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ചട്നി ഉണ്ട്, അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. മോമോസിൻ്റെ ചട്നി തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു പഴുത്ത 8 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല
ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നല്ല കുറച്ച് എരിവുള്ള ഒരു ചട്നിയാണ് എങ്കിലും ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മീഡിയം ലെവലിലാണ് എരിവ് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ വറ്റൽമുളക് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഞാനിപ്പോൾ ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് വെളുത്തുള്ളിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് വേവിച്ച വെള്ളത്തിൽ തന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വിനെഗറൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം വാട്ടർ തന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മോമോസിൻ്റെ ചട്നി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മോമോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മോമോസും അതിൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.